ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും കേട്ടിരുന്നില്ല. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ പേര് ശരണ്യ. സൗണ്ട് ഇല്ലല്ലോ മാഡം. കേൾക്കുന്നില്ല? മാം വോയിസ് വളരെ എന്താ പറയാ, സൗണ്ട് വളരെ കുറവാണ്, ക്ലാരിറ്റി കിട്ടുന്നില്ല. കുഴപ്പമൊന്നുമില്ല മാം, എനിക്ക് ഓക്കെയാണ്. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എന്റെ പേര് കേട്ടായിരുന്നോ? ശരണ്യ, കേട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഹോസ്പിറ്റൽസിലെ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഏത് സബ്ജക്ട്, ഏതാ വിഷയം ഇത്? എന്തോ? മാമിന്റെ വോയിസ് ഇപ്പോൾ ഓഡിയബിൾ ആയിട്ടുള്ളൂ. പേര് ശരണ്യ എന്നാണോ? അതെ. സൗണ്ട് കേൾക്കുന്നില്ല, പൈസ കേൾക്കണുള്ളൂല്ലോ. എന്തോ കേൾക്കുന്നില്ലാന്നോ? സൗണ്ട് പയ്യേ ഉള്ളല്ലോ. എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കുന്നുണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്തപ്പോ ഡിസ്റ്റർബ് വന്നതാണ്. ഓക്കെ. അപ്പൊ എന്റെ പേര് ശരണ്യ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഹോസ്പിറ്റൽസിലെ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ ആകുന്നില്ലേ? ഓക്കെ. അപ്പോ എന്താണ് സ്പില്ലേജ്? മാം ഒരു മിനിറ്റ്. നേരത്തെ എടുത്ത ക്ലാസ് മൊഡ്യൂൾ ഫസ്റ്റിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അതുപോലെ ചാപ്റ്റർ 31 എന്നാ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മനസ്സിലായില്ല ഇത് എങ്ങനെയാ, ഏത് മൊഡ്യൂളാ വരുന്നത്. മൊഡ്യൂൾ ഫസ്റ്റിലെ തന്നെയാണ്. ഓക്കെ, മൊഡ്യൂൾ ഫസ്റ്റിലെ തന്നെയാണ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഇത് എത്രാമത്തെ ചാപ്റ്റർ ആണ് അപ്പോ? 31ാമത്തെ ചാപ്റ്റർ. 31. അൺമ്യൂട്ട് ചെയ്തേക്കുന്നുണ്ട്. ക്ലിയർ ആവാത്തത് മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. മാമിന്റെ ശബ്ദം ഭയങ്കര എക്കോ ആവുന്നു. അത് അൺമ്യൂട്ട് ചെയ്തിട്ടേക്കണോണ്ട മൈക്ക്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. എന്താണ് സ്പില്ലേജ്? എന്താണ് സ്പില്ലേജ് എന്ന് പറയുന്നത്? എന്താണ്? അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻസസോ ഒരു മെറ്റീരിയൽസോ അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആവുന്ന പ്രോസസ്സ്, അതിന് അല്ലെങ്കിൽ ആ സബ്സ്റ്റാൻസിന് ഉണ്ടാവുന്ന ലീക്കേജിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻസസ് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് സ്പില്ലേജ് എന്ന് ക്ലിയർ ആയോ? പറയാം. ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് സ്റ്റോറേജ് മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ആരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആരാ അത്? മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഏതെങ്കിലും ഒരു സബ്സ്റ്റാൻസസ് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആവുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിന് ലീക്കേജ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളോട് കൂടി പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ട്. ആ ബോട്ടില് താഴെ വീണ് ബ്രേക്ക് ആയി. ഓക്കെ, അപ്പൊ വാട്ടർ സ്പ്രെഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ? അപ്പൊ ഈ സ്പ്രെഡ് ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പോ സ്ക്രീൻ ക്ലിയർ അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ?
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഈ നോട്ട് വേറെ ബുക്കിലാണോ ഇതിൻ്റെത്? മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളട്ടെ. എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ഡ് ഫ്രം ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ ഓർ പ്ലേസ് ഈസ് റെഫേർഡ് ടു ആസ് സ്പില്ലേജ് വേസ്റ്റ്. എന്താണ് സ്പില്ലേജ് വേസ്റ്റിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ഡ് ഫ്രം ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ ഓർ പ്ലേസ് ഈസ് റെഫേർഡ് ടു ആസ് സ്പില്ലേജ് വേസ്റ്റ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. വാട്ട് ഈസ് സ്പില്ലേജ് വേസ്റ്റ്? വേറെ ബുക്കിലാണോ? ഇപ്പൊ ഈ മൊഡ്യൂളിന്റെ ബുക്കില്ലേ, ഈ ചാപ്റ്ററിന്റെ പേജ്, ഈ ചാപ്റ്റർ എഴുതുന്ന ബുക്കില്ലേ, അതിൽ എഴുതിക്കോളൂ. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതിന് താഴെ എഴുതാം എന്താണ് സ്പില്ലേജ് വേസ്റ്റ്. എന്താണ് വാട്ട് ഈസ് സ്പില്ലേജ് വേസ്റ്റ്? എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ഡ് ഫ്രം ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ ഓർ പ്ലേസ് ഈസ് റെഫേർഡ് ടു ആസ് സ്പില്ലേജ് വേസ്റ്റ്. Slowly. Okay. Any item or material that has spilled, S-P-I-L-L-E-D, spilled, S-P-I-L-L-E-D, spilled or leaked from its designated container. മാം വേറെ നോട്ട്സ് തരില്ലേ? നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇതിന്റെ PDF ഇട്ടിട്ടുണ്ട്, അത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും പുതിയൊരു ടേമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ PDF പ്രിന്റ് എടുത്തിട്ട് പഠിക്കാം. ഒന്നുകൂടെ പറയൂ മാം. എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് spilled or leaked from its designated container or place is referred to as spillage waste. Or place is referred to as spillage waste. Okay ആണോ? കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? Any item or material that has Any item or material that has spilled or leaked from Any item or material that has spilled or leaked from its designated container or place spillage waste. നമ്മളൊരു മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആ സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയൽസ് അതിൽ നിന്നും എസ്കേപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എസ്കേപ്പ് ആവുന്ന സബ്സ്റ്റാൻസിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹോസ്പിറ്റൽസ്. എന്തോ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ആൻഡ് homes are just a few places where this kind of garbage can be found. അപ്പൊ ഇത്തരത്തിലുള്ള ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റ് നമുക്ക് എവിടെയൊക്കെ കാണാൻ കഴിയുന്നതാണ്? ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസില് ഹോസ്പിറ്റൽസിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? ചിലപ്പോൾ ബ്ലഡ്. ഓക്കെ, then body fluids, ബ്ലഡ് ആയിരിക്കാം, ബോഡി ഫ്ലൂയിഡ്സ് ആയിരിക്കാം, കെമിക്കൽസ് ആയിരിക്കാം. ഓക്കെ, then നെക്സ്റ്റ് എന്താണ്? ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്. എന്താണ് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിൽ? ഇൻഡസ്ട്രിയിൽ ചിലപ്പോ കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അത്തരത്തിൽ സ്റ്റോർ ചെയ്ത കെമിക്കൽസിന് ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാകാം. ഓക്കെ, then ഹോമിൽ എന്തൊക്കെയായിരിക്കും? ഹോമിലെ ലീക്കേജ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? പ്ലാസ്റ്റിക്. then പിന്നെ ഏതായിരിക്കാം? പച്ചക്കറിയൊക്കെ, food waste, കിച്ചൺ വേസ്റ്റ്, ഗ്യാസ് ലിക്വിഡ്. ഓക്കെ, ലിക്വിഡ് ഫോം. സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏതൊരു സബ്സ്റ്റാൻസിനും അത് ലീക്കേജ് ഉണ്ടാകുമ്പോൾ അതിനെ പറയുന്നതാണ് എന്ത്? സ്പില്ലേജ് ലീക്കേജ് എന്ന് പറയുന്നത്, സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഹോസ്പിറ്റൽ, ലബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ആൻഡ് ഹോംസ് ആർ ജസ്റ്റ് എ ഫ്യൂ പ്ലേസസ്. ഓക്കെ, then
Spillage waste in hospital may consist of blood, body fluids, chemicals or other potentially dangerous substances. അപ്പോൾ സ്പില്ലേജ് ഹോസ്പിറ്റൽസിലെ സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാണ്? കെമിക്കൽ ബ്ലഡ് ഉണ്ടാകാം. പിന്നെ ഏതൊക്കെയാണ്? ബോഡി ഫ്ലൂയിഡ്സ്. ഏതൊക്കെയായിരിക്കാം? സലൈവ, യൂറിൻ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആർ ദെയർ ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പോ പിന്നെന്താ? ബ്ലഡ് ഉണ്ടാകാം, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടായിരിക്കാം, പിന്നെ കെമിക്കൽസ്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. അതിലെന്തൊക്കെ ഉൾപ്പെടാം? ചിലപ്പോ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാകാം. ഓക്കെ. അപ്പോ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ഇതൊക്കെയാണ് ഹോസ്പിറ്റൽസ് ലീക്കേജ് വേസ്റ്റിൽ വരുന്നത്, സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. അത് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് പഠിച്ചു, അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് പഠിച്ചു. ഇനി ഹോസ്പിറ്റൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. മാം ഇതൊക്കെ നോട്ട് ചെയ്ത പോർഷൻ ആണോ? PDF ഉണ്ട് ഇതൊക്കെ. ഓക്കെ. ഓക്കെ മാം. Then, genuine management of leakage waste is important to protect the health and protection of people and the environment. ഓക്കെ. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. എന്തുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഡിസീസസ് ഉണ്ടാവും, പല രീതിയിലുള്ള ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട് അതിലൂടെ. അപ്പൊ ഈ ലീക്കേജ്, ഈ വേസ്റ്റ് സ്പ്രെഡ് ആകുന്നതിലൂടെ നമ്മുടെ എൻവയോൺമെന്റിനെയും അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ഹെൽത്തിനെയും ഇത് ബാഡ്ലി അഫക്ട് ചെയ്യും. അപ്പൊ അവയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഹ്യൂമൻ ഹെൽത്തിനെയും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ. Besides, dangerous leakage waste can threaten the environment if not managed in proper manner. To successfully manage leakage waste in hospitals, it is necessary to have a leakage response plan in place. അപ്പോ ഇത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റൽസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ എന്തിനെ കുറിച്ചുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം? Provide an appropriate equipment for leakage response, trained staff on leakage response procedures, use apt containment materials, and properly discard the waste in accordance with local regulations and hospital policies. ഓക്കെ. ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. എക്യുപ്മെന്റ്സ് പിന്നെന്താണ് പറയുന്നത്? ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? യൂസ് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഇത്തരത്തിൽ സ്പ്രെഡ് ആയ ഈ സബ്സ്റ്റാൻസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അത് ആപ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. ദെൻ എന്താണ് പറയുന്നത്? പ്രോപ്പർലി ഡിസ്കാർഡ്. ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റിനെ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും വേണം. എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെഗുലേഷൻസും ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം നമ്മൾ ഈ സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. റിസ്ക് ആൻഡ് ഹസാർഡ് അസോസിയേറ്റ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ഈ സ്പില്ലേജ് വേസ്റ്റിൽ ഉണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എന്തൊക്കെ റിസ്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്? എന്തൊക്കെ റിസ്ക് ഉണ്ടാകാം ഹോസ്പിറ്റൽസിൽ? കാണിക്കത്തില്ലേ? കാണിക്കാം. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? Risk and hazards associated with spillage waste. ചാപ്റ്റർ മാറിപ്പോയല്ലോ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്.
ചാപ്റ്റർ. റിജു ചാപ്റ്റർ മാറിപ്പോയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പൊ തന്നെ സ്ക്രീൻ കാണിക്കാം. അപ്പൊ നമ്മൾ റിസ്കിനെ കുറിച്ചാണ്, ഈ സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റിസ്ക്. ഓക്കെ, എന്തൊക്കെ റിസ്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്? എന്തൊക്കെയായിരിക്കാം? ഇൻഫെക്ഷൻ, ഡിസീസസ്. ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇൻഫെക്ഷൻ, വെരി ഗുഡ്. ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കാം? പൊല്യൂഷൻ, ഇഞ്ചുറി ചാൻസസ് ഉണ്ട്. പിന്നെന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ ആ ടോപ്പിക്? ഓക്കെ, സ്ക്രീൻ. റിജു ഈ ചാപ്റ്റർ അല്ല, ചാപ്റ്റർ മാറിപ്പോയിട്ടുണ്ട്. ചാപ്റ്റർ 31. ഓക്കെ ഓക്കെ. റിസ്ക് ആൻഡ്, ഇപ്പൊ ക്ലിയർ അല്ലേ സ്ക്രീൻ? റിസ്ക് ആൻഡ് ഹസാർഡ്സ്. റിസ്ക് ആൻഡ് ഹസാർഡ്സ് ഇത് മുന്നത്തെ ടോപ്പിക്. ഫസ്റ്റ് പേജ്. ഓക്കെ, ഏറ്റവും താഴെയായിട്ട്. ഓക്കെ, റിസ്ക് ആൻഡ് ഹസാർഡ് അസോസിയേറ്റ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. കുറച്ചുകൂടി സ്ക്രോൾ ചെയ്യാവോ? ക്ലിയർ ആകുന്നില്ല, കാണുന്നില്ല. സ്ക്രോൾ ചെയ്യാവോ? മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. താഴോട്ട് സ്ക്രോൾ ചെയ്യാവോ റിജു? ക്ലിയർ ആകുന്നില്ല അത്. റിസ്ക് ആൻഡ് ഹസാർഡ് അസോസിയേറ്റ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ മാം, ക്ലിയർ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ എന്താ പറയുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. എന്താണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്? മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസസ്. ഓക്കെ, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് സച്ച് ആസ് HIV, hepatitis B and C and other blood-borne pathogens. Healthcare staff and patients who engage with polluted items are at risk of getting sick. Okay, അപ്പൊ എന്താണ് ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്? ഈ ബോഡി ഫ്ലൂയിഡ്സിന്റെയും അല്ലെങ്കിൽ ബ്ലഡിന്റെയും ലീക്കേജ് ഉണ്ടാകുന്നതിലൂടെ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ആർക്കൊക്കെയാണ്? ഇത്തരം സ്പില്ലേജുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ആർക്കൊക്കെയാണ്? നഴ്സുമാര്, മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പിന്നെന്താണ് പേഷ്യൻസുമായിരിക്കാം കൂടുതൽ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ അവർക്ക് പലതരത്തിലുള്ള ഡിസീസസ് പിടിപെടാൻ ചാൻസസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? HIV, ഹെപ്പറ്റൈറ്റിസ് B and C തുടങ്ങിയ ഡിസീസുകൾ പിടിപെടാനായിട്ട് അവർക്ക് ചാൻസസ് ഉണ്ട്. പിന്നെന്താണ്? ബ്ലഡ് ബോൺ പാത്തജൻസ്. എന്താണ് ബ്ലഡ് ബോൺ പാത്തജൻസ്? ബ്ലഡ് കൊണ്ടുവരുന്നു, ബ്ലഡിലൂടെ പകരുന്ന ഡിസീസസ്. ഓക്കെ, ബാക്ടീരിയാസ്. ഓക്കെ, രക്തത്തിലൂടെ പകരുന്ന രോഗകാരികൾ. ഓക്കെ, ഒന്നുകൂടെ പറയാം മാം. ഇൻഫെക്ഷൻ ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ എന്താന്ന് ക്ലിയർ ആയോ? One more please. പറയാം. ഇൻഫെക്ഷൻ. ഓക്കെ,
ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡിന്റെയും ബോഡി ഫ്ലൂയിഡ്സിന്റെയും ലീക്കേജ് മൂലം ഇത് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ആർക്കാണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സിനായിരിക്കാം, പേഷ്യൻസിനായിരിക്കാം. ഇവർക്ക് പലതരത്തിലുള്ള ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഡിസീസസ്? HIV ആവാം, ഹെപ്പറ്റൈറ്റിസ് B and C, പിന്നെ ബ്ലഡ് ബോൺ പാത്തജൻസ്, രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മാം. ഓക്കെ ഓക്കെ. എന്താണ് നെക്സ്റ്റ് പോയിന്റ്? എന്താ? കെമിക്കൽ എക്സ്പോഷർ. എന്താണ് കെമിക്കൽ എക്സ്പോഷറിൽ പറയുന്നത്? ലീക്കേജ് ഓഫ് leakage of chemicals can expose healthcare staff and patient to toxic substances, which can lead to skin irritation, respiratory problems, or other health issues. അപ്പോ ഈ ഹോസ്പിറ്റൽസിലുള്ള കെമിക്കൽസുമായിട്ട്, കെമിക്കൽ ലീക്കേജ് ഉണ്ടാകുമ്പോൾ ഈ കെമിക്കൽസുമായിട്ട് കോണ്ടാക്ട് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്കിൻ ഇറിറ്റേഷൻസ് വരാം, അല്ലെങ്കിൽ ഐ ഇറിറ്റേഷൻസ് വരാം, പിന്നെന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഓക്കെ, എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്? ബ്രീത്തിങ് ഇഷ്യൂസ്. പിന്നെന്താണ്? അതർ ഹെൽത്ത് ഇഷ്യൂസ്, ബേൺ വരാം, പോയിസണിങ്. ഓക്കെ, ഇതിനൊക്കെ ചാൻസസ് ഉണ്ട്. കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനും ഇത്തരത്തിലുള്ള ഡിസീസസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? കെമിക്കൽ എക്സ്പോഷർ ക്ലിയർ ആണോ? ഇല്ല മാം, ഒന്നുകൂടി പറയോ? പറയാം. ഓക്കെ, അപ്പൊ എന്താണ് കെമിക്കൽ എക്സ്പോഷർ? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ കെമിക്കൽസിന്റെ ലീക്കേജ് ഉണ്ടാകുമ്പോൾ എന്താ പറ്റുന്നത്? ഈ കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫ് അല്ലെങ്കിൽ ആരാണ്? പേഷ്യൻസ്. ഇവർക്കൊക്കെ പലതരം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം? സ്കിൻ ഇറിറ്റേഷൻ, പിന്നെന്തായിരിക്കും? പോയിസണിങ് വരാൻ ചാൻസസ് ഉണ്ട്. ആ ഇറിറ്റേഷൻ ആയിരിക്കാം. ഓക്കെ, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? Then the third one is injury. Okay, leakage of shafts can endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. ഓക്കെ, എങ്ങനെയാണ് ഇഞ്ചുറീസ് വരാൻ ചാൻസസ്? എങ്ങനെയാണ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫിന് അല്ലെങ്കിൽ പേഷ്യൻസിന് എങ്ങനെ ഇഞ്ചുറീസ് വരാം? ഹോസ്പിറ്റൽസില് ഷാർപ്സ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം? നീഡിലായിരിക്കാം. ഓക്കെ, സർജിക്കൽ ബ്ലേഡ്. സർജിക്കൽ ബ്ലേഡ് ആയിരിക്കാം, സിസേഴ്സ് ആയിരിക്കാം, നൈഫ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതുമൂലം ഇഞ്ചുറീസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇഞ്ചുറീസ് വന്നാൽ എന്താ പറ്റുന്നത്? ആ ഇഞ്ചുറീസിലൂടെ ബ്ലഡ് ബോൺ പാത്തജൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരം ഡിസീസസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇഞ്ചുറി ക്ലിയർ ആയോ? അപ്പൊ ഈ ഷാർപ്സ് ഒബ്ജക്റ്റിൽ നിന്നും പേഷ്യൻസിനോ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ ഇഞ്ചുറീസ് ഉണ്ടാകാം. അത് ക്ലിയർ ആയോ? ഇഞ്ചുറി ക്ലിയർ ആയോ? ആണ് റേഡിയേഷൻ എക്സ്പോഷർ. മ്യൂട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്? Ionizing radiation like X-rays. Okay, very good. അപ്പൊ എന്താണ്? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യന്റ് ടു അയണൈസിങ് റേഡിയേഷൻ. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് ഇതിന്റെ ലീക്കേജ് ഉണ്ടാകുമ്പോൾ ഇത്തരം മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്ട് വരുന്ന പേഷ്യൻസിനോ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് അയണൈസിങ് റേഡിയേഷൻ? അങ്ങനെ പറഞ്ഞാൽ എന്താ മാം? പറയാം. ഓക്കെ, അപ്പോൾ ലീക്കേജിൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. എന്താണ് അയണൈസിങ് റേഡിയേഷൻ? നമ്മുടെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള റേസിന് കഴിവുണ്ട്. ഓക്കെ, അവർ കേപ്പബിൾ ആണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള റേസിനുണ്ട്. അപ്പോൾ അയണൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് എക്സ്റേ. അപ്പൊ നമ്മൾ എക്സ്റേക്ക് മുൻപ്, എക്സ്റേ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാറുണ്ട് ഇല്ലേ? ആ എക്സ്റേ റൂമിലോട്ട് കയറുന്നതിന് മുൻപ് നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ റൂമിലോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല.
എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് എടുക്കേണ്ടത് എന്തൊക്കെയാണ്? ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അത് എന്തിനു വേണ്ടിയാണ് അത്തരം പ്രിക്കോഷൻസ് എടുക്കുന്നതെന്ന് മനസ്സിലായിപ്പോ? എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷന്റെ അളവ് കൂടാതിരിക്കാൻ. ഓക്കെ. ഇത്തരത്തിൽ റേഡിയേഷൻ ഏറ്റാൽ എന്താ പറ്റുന്നത്? അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അയണൈസിങ് റേഡിയേഷൻ എന്താണ്? അയണൈസിങ് റേഡിയേഷൻ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, പറയാം. ഓക്കെ. റേഡിയേഷൻ എക്സ്പോഷറിലൂടെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ അയണൈസിങ് റേഡിയേഷൻ ഒരു എക്സാമ്പിൾ ആണ് എക്സ്റേ. അപ്പൊ എന്താണ് അയണൈസിങ് റേഡിയേഷൻ അല്ലെങ്കിൽ എക്സ്റേ? നമ്മുടെ ദേഹത്ത് പതിച്ചാൽ എന്താണ് പറ്റുന്നത്? അതുമായിട്ട് കോണ്ടാക്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ആറ്റത്തിൽ നിന്നും അത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസിന് റിമൂവ് ചെയ്യും. അപ്പൊ അയണൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ എന്താണ്? ക്ലിയർ ആയോ? എന്താണ് അയണൈസിങ് റേഡിയേഷൻ? റേഡിയേഷൻ എക്സ്പോഷർ എന്താണെന്ന് ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഓക്കെ, ചെയ്തോളൂ. അയഡൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് എക്സ്റേ. ഒരു ഘട്ടം കൂടി. ശരീരത്തിലെ ആറ്റത്തിൽ നിന്ന് എന്ത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. ഇലക്ട്രോണിനെ. ഓക്കെ. ദെൻ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അതെന്തായിരിക്കാം എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ വരുന്നത്? സോയിലും വാട്ടർ പൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലീക്കേജ് ആയിട്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ആയിട്ട് എവിടെ എത്തിച്ചേരുന്നത്? നമ്മുടെ എൻവയോൺമെന്റിലാണ് അല്ലേ? അത് സോയിലിലോ വാട്ടറിലോ എയറിലോ ഒക്കെ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇതുമൂലം പല ഡിസീസസും ഹ്യൂമൻ ഹെൽത്തിനോ അല്ലെങ്കിൽ എൻവയോൺമെന്റിനേക്ക് ബാഡ്ലി ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് റിജോ, നെക്സ്റ്റ് പേജ്, സെക്കൻഡ് പേജ്. റിജോ, സെക്കൻഡ് പേജ്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. Inappropriate handling and disposal of leakage waste may cause illegal and financial liability for hospitals and healthcare organization. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള വേസ്റ്റിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും വേണം. എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ചില പ്രോസസ് ഉണ്ട് അല്ലേ? ചില റൂൾസ് ഉണ്ട്. അത് നമുക്ക് റോട്ടിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ ഹോസ്പിറ്റൽ വേസ്റ്റും നമ്മൾ പ്രോപ്പർ ആയിട്ട് സെക്യൂർഡ് ഏരിയയിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്ത ഹോസ്പിറ്റൽസിന് എന്താണ്? അവർക്കെതിരെ നടപടി എടുക്കാൻ ചാൻസസ് ഉണ്ട്. ലീഗൽ ആക്ഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഫൈൻസ് പോലുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ വരാം. Okay, inappropriate handling and disposal of leakage waste may cause legal and financial liability for hospitals and healthcare organization. Clear ആയോ? ഇത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്ത ഹോസ്പിറ്റൽസിനെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റീസ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്തായിരുന്നു നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് റിസ്ക്? പില്ലേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് എന്തൊക്കെയാണ്? Infection, chemical exposure, injury, radiation exposure, environmental pollution, legal and financial responsibility. The last one is legal and financial responsibility. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു.
അതിന്റെ സോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ സ്ക്രീൻ? ക്ലിയർ മാം. യെസ് മാം. ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രം സെവറൽ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽസ്. അത് ഏതൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ എങ്ങനെയാണ് സ്പില്ലേജ് ഉണ്ടാകുന്നത്? ഓക്കെ, ഡ്യൂറിങ് സർജറീസ്. ഓക്കെ, സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആൻഡ് ഡയാലിസിസ്. There is a risk of leakage of blood and body fluids. ഡ്യൂറിങ് സർജറി ടൈമിലായിരിക്കാം, ചിലപ്പോൾ എപ്പോഴാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഡയാലിസിസ് ടൈമിലൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ ഒക്കെ ലീക്കേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആണ്. സ്പില്ലേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പൊ മനസ്സിലായോ മെഡിക്കൽ പ്രൊസീജിയർ എന്താണെന്ന്? മനസ്സിലായോ? അതിലൂടെ ഉണ്ടാകുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാം. സോറി, മെഡിക്കൽ പ്രൊസീജിയർ. ഓക്കെ, മെഡിക്കൽ പ്രൊസീജിയർ എന്തൊക്കെയാണ്? ഡ്യൂറിങ് സർജറി ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജ് ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ലീക്കേജും ഒരു നമ്മുടെ സ്പില്ലേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ്. ക്ലിയർ ആയോ മെഡിക്കൽ പ്രൊസീജിയർ? നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ, ലബോറട്ടറി ടെസ്റ്റിംഗ് പറഞ്ഞോട്ടെ. Hospitals carry out different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reagents and other dangerous materials. നമുക്കറിയാം ലബോറട്ടറീസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റുകൾ നടക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ സാമ്പിൾസ് ഡെയിലി ടെസ്റ്റ് ചെയ്യപ്പെടാറുണ്ട് അല്ലേ? ഈ ടെസ്റ്റിന് വേണ്ടി കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, കെമിക്കൽ അനാലിസിസിന് വേണ്ടി റിയേജൻസിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോ യൂറിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലഡ് ആയിക്കോട്ടെ, ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്തായിട്ട് മാറുന്നത്? അപ്പൊ ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ലബോറട്ടറി ടെസ്റ്റ് ചെയ്തതിനു ശേഷം വരുന്ന പ്രോഡക്ട്സ് എല്ലാം എന്തായിട്ട് മാറുന്നു? ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയോ? പറയാം. ലബോറട്ടറി ടെസ്റ്റിംഗ്, ലാബിൽ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാമ്പിൾസ് ഡെയിലി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ അനാലിസിസിന് വേണ്ടി റിയേജൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസും അവസാനം ഫൈനലി എന്താണ് ചെയ്യുന്നത്? നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, നമ്മളത് കീപ്പ് ചെയ്ത് വെക്കാറില്ല, അത് വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലബോറട്ടറി ടെസ്റ്റിംഗും ഒരു സോഴ്സ് ആണ്. എന്തിന്റെ സോഴ്സ് ആണ്? സ്പില്ലേജ് വേസ്റ്റ്. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ് ലബോറട്ടറി ടെസ്റ്റിംഗ്. ക്ലിയർ ആയോ അത്? അതെ, ഓക്കെ. ദെൻ പേഷ്യന്റ് കെയർ. എന്താണ് പേഷ്യന്റ് കെയർ? In the course of patient care activities such as changing bed lines, clearing bedpans, or helping with personal cleanliness, there is a risk of leakage of body fluids and other materials. എന്താണ് പേഷ്യന്റ് കെയറിൽ പറയുന്നത്? ഓക്കെ, ഹോസ്പിറ്റൽസിൽ അവരുടെ ഡെയിലി നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ബെഡ് ലൈൻ ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റിപ്പിടിക്കാം. പേഷ്യൻസിന്റെ യൂറിനോ അല്ലെങ്കിൽ സലൈവയോ ബ്ലഡോ ഒക്കെ അതിൽ പറ്റിപ്പിടിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താണ് ബെഡ് പാൻസ്, യൂറിൻ. ഇപ്പോ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബെഡ് പാൻസ് പ്ലേസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ബെഡ് പ്ലാൻസ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് യൂറിൻ ഒക്കെ അവിടെ സ്പ്രെഡ് ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരെ പേഴ്സണലി ക്ലീൻ ചെയ്യുന്ന പേഷ്യൻസിനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്രെഡ് ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ പേഷ്യന്റ് കെയറിൽ സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ അത്? എന്താണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന മെഡിക്കൽ വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? കോട്ടൺ, ഗ്ലൗസ്,
നീഡില് ബോട്ടില് NS-ന്റെ ഒക്കെ ബോട്ടില് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് ഹോസ്പിറ്റൽസിലുണ്ട് അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ് ഇൻക്ലൂഡ് ആവാം അതിൽ, ഓക്കെ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഡ്രസ് ആയിരിക്കാം, ഓക്കെ, ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞത്? ഷാർപ്സ് ഉണ്ട്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, മാസ്ക്, ഗ്ലൗസ് ഒക്കെ വരാം, ഓക്കെ. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതും ഒരു ലീക്കേജ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതിനും ഒരു സോഴ്സ് ആണ്. അപ്പോ ലീക്കേജ് വേസ്റ്റിന്റെ മറ്റൊരു സോഴ്സ് ഏതാണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഇത്തരത്തിലുള്ള വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട് അല്ലെ, ഒരു ലേബിൾഡ് ചെയ്തിട്ടുള്ള ഒരു ബാഗ് ഉണ്ട്. അതിൽ മാത്രമായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലാതെ ഡിസ്പോസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ വേസ്റ്റും എന്തിന് കാരണമാകുന്നുണ്ട്? സ്പില്ലേജ് വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ അത്? ഓക്കെ. മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതെങ്ങനെയാണ് ഒരു സ്പില്ലേജിന് കാരണമാകുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് സ്പില്ലേജിന് കാരണമാകുന്നത്? എങ്ങനെയായിരിക്കാം? ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് different kind of complex medical equipments and devices which need regular maintenance and repair. The use of dangerous materials in these activities can cause leakage. Hospitals different kinds of materials, equipments അല്ലെങ്കിൽ എന്താണ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? അതിന് പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, വേണ്ടേ? വേണം. ഹോസ്പിറ്റൽസില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, വേണ്ടേ? റിപ്പയർ ചെയ്യണമെങ്കിൽ എന്താ പറ്റുന്നത്? ഇതൊരു സ്പില്ലേജ് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ആവി പിടിക്കുന്ന മെഷീൻ അങ്ങനെ ഒരാൾ യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ ഉപകരണങ്ങളില്ലേ പറയണേ? അതെ, എക്യുപ്മെന്റ്സ്. ക്ലിയർ ആയോ? മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പോ നമ്മളിപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഉണ്ട്. അതിൽ നമ്മൾ ചിലപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഇപ്പൊ ഈ യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽസും ഫൈനലി ഒരു സ്പില്ലേജ് ആയിട്ട് മാറാറുണ്ട്. The next one is, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് എന്താണ്? സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ടിന്റെ ടൈമിൽ എങ്ങനെയാണ് ഇതൊരു സ്പില്ലേജ് ഉണ്ടാകുന്നത്? ട്രാൻസ്പോർട്ടിന്റെ ടൈമിൽ എങ്ങനെയാണ് സ്പില്ലേജ് ഉണ്ടാകുന്നത്? ഈ ലാബിൽ നിന്നുള്ള സാമ്പിൾസ് ഒക്കെ. വെരി ഗുഡ്. അതെ. In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakage. അപ്പോൾ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് അല്ലെങ്കിൽ ലാബിലെ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. സെക്യൂർഡ് ആയ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഏരിയയിലായിരിക്കണം, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റൽസിൽ നിന്നും കൊണ്ടുപോകുന്ന ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻസസിനെ, ഈ വേസ്റ്റിനെ നമ്മൾ പോകുന്ന വഴിയിൽ ട്രാൻസ്പോർട്ടിംഗ് വേയിൽ അത് ലീക്കേജ് വരാൻ ചാൻസസ് ഉണ്ട് അതിന്. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ടിംഗ് ലീക്കേജ് മനസ്സിലായോ? സ്റ്റിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മനസ്സിലായോ? ട്രാൻസ്പോർട്ട് ആയിട്ട് അതിന് ലീക്കേജ് വരാൻ ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള സ്പില്ലേജിന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഒരു സെക്യൂർഡ് ആയ ഒരു ഏരിയയിൽ വേണ്ടി ഡിസ്പോസ് ചെയ്യാനായിട്ട് സെക്യൂർഡ് ആയ ഏരിയയിലോട്ട് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമില് ലീക്കേജസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സോഴ്സ്? ലീക്കേജ് വേസ്റ്റ് ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ സോഴ്സ് ഏതൊക്കെയാണ്?
മെഡിക്കൽ dispose of medical waste, maintains and repairs of the medical equipments, of transport laboratory samples. മെഡിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. പിന്നെന്താണ്? മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരോ? ട്രാൻസ്പോർട്ട് ആണോ? അതെ അതെ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് വേറൊരു ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകും. കൊണ്ടുപോകുന്ന വഴിയിൽ ട്രാൻസ്പോർട്ടിങ്ങിന്റെ ടൈമിൽ ആ വേസ്റ്റ് ലീക്കേജ് സംഭവിക്കാം ആ വേസ്റ്റിന്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? An item or material that has spilled or leaked from its designated container or place is referred to as spillage waste. നമ്മള് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആകുന്ന സബ്സ്റ്റാൻസസ്, അതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എവിടേക്കാണ് സ്പില്ലേജ് വേസ്റ്റ് എവിടെയൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്? ഈവൻ ഹോമിൽ വരെ ഉണ്ടാകാം. ഓക്കെ, വേസ്റ്റ് എല്ലായിടത്തും ഉണ്ടാകുന്നതല്ലേ. ദെൻ പിന്നെ എന്താണ്? ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് ഇൻക്ലൂഡഡ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ വേസ്റ്റില് വരാം, മെറ്റീരിയൽസ് വരാം. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത്? ഇത്തരം സ്പില്ലേജ് വേസ്റ്റിനെ എന്തുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറഞ്ഞു ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽസിന്, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരിക്കണം? ഗവൺമെന്റിന്റെ നിയമങ്ങളനുസരിച്ച് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ലോക്കൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് എന്താണ് ട്രെയിൻഡ് സ്റ്റാഫ്. എങ്ങനെയാണ്? ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പ്രോപ്പർ എക്യുപ്മെന്റ്സ്. പ്രോപ്പർ എക്യുപ്മെന്റ്സ്. പിന്നെ അബ്സോർബൻ മെറ്റീരിയൽസ്, കൺട്രോൾ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? എല്ലായിടത്തും ഡിസ്പോസ് ചെയ്യാമോ? ഇല്ല. ഒരു സെക്യൂർ ആയിട്ടുള്ള ഏരിയ ലൊക്കേഷനിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസ് പാലിച്ചായിരിക്കണം നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന റിസ്ക് എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ, കെമിക്കൽ ഇൻഫെക്ഷൻ ത്രൂ HIV, leakage of blood and body കോണ്ടാക്ട് വരുന്ന ആർക്കാണ് ഇത് വരുന്നത്? ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ കൂടുതൽ ചാൻസ് ആർക്കാണ്? അപ്പൊ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഹെൽത്ത് കെയർ പേഷ്യൻസിനും നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. കെമിക്കൽ എക്സ്പോഷറിൽ എന്താ പറഞ്ഞത്? which can lead to skin irritation, respiratory problems or other health issues. ആദ്യ കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ക്ലിയർ ആവുന്നില്ല എല്ലാവരും. എന്താണ് കെമിക്കൽ എക്സ്പോഷറിൽ പറയുന്നത്? Leakage of chemicals can expose healthcare staff and patients to toxic substances which can lead to skin irritation, respiratory problems or other health issues. കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് പലതരം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എന്തൊക്കെയാണത്?
സ്കിൻ ഇറിറ്റേഷൻ വരാം. ഓക്കെ, ദെൻ ബേൺസ്, റെസ്പിറേറ്ററി problem. വരാം, ബ്രീത്തിങ് ഇഷ്യൂസ് വരാം, ബേൺസ്, പോയിസണിങ്, ഓക്കെ, ഐ ഇറിറ്റേഷൻ. ഓക്കെ, ദെൻ ഇഞ്ചുറി. എങ്ങനെയാണ് ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്? നീഡില് എന്നവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ഷാർപ്സ്? ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഷാർപ്പ് ഏതൊക്കെയായിരിക്കാം? നീഡില്, സർജിക്കൽ ബ്ലേഡ്, ബ്ലേഡ്, നൈഫ്സ്, ചിലപ്പോ ബ്രോക്കൺ ഗ്ലാസസ് ആയിരിക്കാം. ഓക്കെ, എന്തോ മാം? റേഡിയേഷൻ എക്സ്പോഷർ എന്താണ്? ആറ്റത്തിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാവും. ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ശരീരത്തിൽ പകരുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അയണൈസിംഗ് റേഡിയേഷൻ. ഓക്കെ, അയണൈസിംഗ് റേഡിയേഷൻ എന്താണ്? റിമൂവ് ചെയ്യുന്നു. അയണൈസിംഗ് റേഡിയേഷൻ എക്സാമ്പിൾ എന്താണ്? എക്സ്റേ. ഓക്കെ, അപ്പൊ അയണൈസിംഗ് റേഡിയേഷന്റെ എക്സാമ്പിൾ ആണ് എക്സ്റേ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ദെൻ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതിലെന്താ പറയുന്നത്? എൻവയോൺമെന്റൽ പൊല്യൂഷനില് വേസ്റ്റ് വാട്ടറിലും എയറിലും സോയിലും അങ്ങനെയുള്ള ഇതൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതിലൂടെ എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആകുന്നുണ്ട്. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആകുന്നുണ്ട്. Then next one is legal and financial responsibility. Legal and financial responsibility. അതിലെന്താ പറയുന്നത്? റെഗുലേഷൻസ് പാലിക്കണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടി വരും എന്നാണ് ഇതിൽ പറയുന്നത്. ലീഗൽ ആക്ഷൻസ് അല്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ ഹോസ്പിറ്റൽസിന് കിട്ടാം. ഓക്കെ, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ വരാം. ദെൻ സോഴ്സ് പഠിച്ചു. ഏതൊക്കെ സോഴ്സ് ആണ്? സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയർ, laboratory testing, patient care, handling and disposal and medical waste, maintenance and repairing of medical equipment is filling the course of transport. അപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ എങ്ങനെയാണ് ഇതിന്റെ ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ് മെഡിക്കൽ പ്രൊസീജിയർ? സർജറി ടൈമിലും ഡയാലിസിസ്, ബ്ലഡ് ടെസ്റ്റ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡോ ഒക്കെ സ്പ്രെഡ് ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു സ്പില്ലേജ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സോഴ്സ് ഏതായിരുന്നു? ലബോറട്ടറി യൂറിന് ബ്ലഡ് ചെയ്യുന്ന സമയത്ത് അതിലെന്താ പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ അല്ലെങ്കിൽ റീഏജൻസ് ഒക്കെ ഫൈനലി എന്താണ്? ഒരു ലീക്കേജ് ആയിട്ടാണ് മാറുന്നത്, ഒരു വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, പേഷ്യന്റ് കെയർ അതെങ്ങനെയാണ് സോഴ്സ് ആയിട്ട് മാറുന്നത്? പേഷ്യന്റ് കെയർ ബ്ലഡ് ലൈൻസ്, ബ്ലഡ് പാൻസ്, ക്ലീൻ ചെയ്യുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാനുള്ള പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസ് എന്താണ്? സ്പില്ലേജ് വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഷാർപ്പ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ്, കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബിൾഡ് കണ്ടെയ്നറിലോ ബാഗിലോ ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽസ്, സബ്സ്റ്റാൻസസ് ഫൈനലി എന്താണ്? ഒരു സ്പില്ലേജ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഹോസ്പിറ്റലിൽ നിന്നും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ ആ ട്രാൻസ്പോർട്ടിംഗ് ടൈമിലും ഈ സ്പില്ലേജിന് അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽസിന് ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വാട്ട് ഈസ് സ്പില്ലേജ്? സ്പില്ലേജ് വേസ്റ്റ് എന്തായിരുന്നു?
ഐശ്വര്യ, ഐശ്വര്യ, item or material that ഐശ്വര്യ, has ബാക്കി filled എല്ലാവരും or മ്യൂട്ട്. contained ഐശ്വര്യ കണ്ടിന്യൂ. Hello, ma'am. ടേസ്റ്റ് എന്തായിരുന്നു? Any item or material that has spilled or leakage from its designated container or place is referred as to spillage waste. അതായത് ഒരു സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ അതിന്റെ ഒറിജിനേറ്റഡ് പ്ലേസിൽ നിന്നും ലീക്കേജ് ഉണ്ടാകുന്നതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. Okay, very good, Aishwarya. Then spillage waste in hospitals can originate from various sources, such as ഏതൊക്കെയാണ്? Spillage waste in hospitals can originate from various sources. Hospitals, laboratories, industrial facilities, and homes. Then spillage waste in sources ഏതൊക്കെയാണെന്ന്? Okay, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. മെഡിക്കൽ പ്രൊസീജിയർ, laboratory test, Blood, body fluids, chemicals, and other potentially dangerous substances. Create. Okay, spillage waste in hospitals create various risks. ഏതൊക്കെയാണ്? ഇൻക്ലൂഡിംഗ് ഏതൊക്കെയാണ് റിസ്ക്? Infections, chemical exposure, infection, various environmental pollution, legal and pollution, legal and responsibility. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഈ രണ്ടെണ്ണം ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, നോട്ടില്ലല്ലോ അതിന്. നോട്ട് സെൻഡ് ചെയ്യില്ലേ? MCQ ഡെയിലി സെൻഡ് ചെയ്ത് തരും. 5 MCQ. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യാ. നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടല്ലോ, PDF അത് റീഡ് ചെയ്യാം. തന്നിട്ടില്ലല്ലോ. എന്തോ പഠിക്കേണ്ട ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള? നിങ്ങൾക്ക് ഗ്രൂപ്പില്ലേ, ക്ലാസ് റൂമിൽ ഇതിന്റെ PDF ഇട്ടിട്ടുണ്ട്. അപ്പൊ PDF പ്രിന്റ് എടുക്കാം. നോക്കിയിട്ട് വരാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയോ? നാളെ നോക്കിയിട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റൽസിലാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സും കെമിക്കൽസും. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് കെമിക്കൽസ്, ഇത് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Okay, miss. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.